മുഖ്യമന്ത്രി പദം പ്രതീക്ഷിച്ച രമേശ് ചെന്നിത്തല കടുത്ത അതൃപ്തിയിൽ. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധം. മന്ത്രിസഭയുടെ ഭാഗമാകില്ലെന്നും സൂചന. മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ ചെന്നിത്തല ഗുരുവായൂരിലെത്തി. ചെന്നിത്തലയുടേത് സ്വാഭാവിക പ്രതിഷേധമെന്നും അസ്വസ്ഥതകളൊന്നും വിലപ്പോകില്ലെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ AICC നേതൃത്വം ഇടപെടുമെന്നാണ് സൂചന. അവസാന നിമിഷവും ആത്മവിശ്വാസത്തിന്റെ ചിറകിലായിരുന്നു രമേശ് ചെന്നിത്തലയും അനുയായികളും. VD സതീശനോ KC വേണുഗോപാലോ എന്ന ആശയക്കുഴപ്പത്തിനൊടുവിൽ സമവായ ഫോർമുലയായി ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന MLA-മാരായ TJ വിനോദ്, അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കല തുടങ്ങിയവരും അടുത്ത അനുയായികളും രാവിലെ തന്നെ ചെന്നിത്തലയുടെ വീട്ടിലെത്തിയിരുന്നു. ആകാംക്ഷകൾക്കൊടുവിൽ ചെന്നിത്തലയെ തേടി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫോൺ വിളിയെത്തി. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് AICC നിർദ്ദേശിച്ചതായും തീരുമാനം അംഗീകരിക്കണമെന്നും നിർദ്ദേശം. തന്റെ സീനിയോറിറ്റി പരിഗണിക്കാതെ നേതൃത്വമെടുത്ത തീരുമാനത്തിലെ അതൃപ്തി ചെന്നിത്തല ഖാർഗെയെ അറിയിച്ചു. എന്നാൽ നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കാനായിരുന്നു ഖാർഗെയുടെ നിർദ്ദേശം. പിന്നാലെ മാധ്യമങ്ങളെ കാണാതെ വീടിന്റെ പിൻവാതിൽ വഴി ചെന്നിത്തല പുറത്തേക്ക്. അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി. അതിനിപ്പോ എന്താ, അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയല്ലേ ഉപയോഗിച്ചത്? എന്തിനാ അസ്വസ്ഥരാകുന്നത്? പ്രതിഷേധം കടുപ്പിച്ച ചെന്നിത്തല വൈകിട്ട് നടക്കുന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കും. മന്ത്രിസഭയിലേക്കില്ലെന്നും നേതൃത്വത്തെ അറിയിച്ചു. എന്നാൽ ചെന്നിത്തല അസ്വസ്ഥനാണല്ലോ എന്ന ചോദ്യത്തോട് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അല്ല, അത്തരം അസ്വസ്ഥതകളൊന്നും തന്നെ ഇനിയിപ്പോൾ വിലപ്പോവില്ല. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അത് പൂർണ്ണമായി സ്വീകരിക്കും എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷനടക്കമുള്ള മുതിർന്ന നേതാക്കൾ ശ്രമം തുടങ്ങിയതായാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.